നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. റാഗിംഗ് നിരോധനം എന്നത് ഇപ്പോഴും കടലാസിൽ മാത്രം ഒതുങ്ങുകയാണ്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുന്ന SFIയുടെ കൊടും ക്രൂരതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലെ 2ാം വർഷ PGS വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണം. തന്റെ മകനെ ഹോസ്റ്റൽ റൂമിൽ ഉടുതുണിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടപ്പോഴും ആ മാതാപിതാക്കൾ ഉറച്ചു പറഞ്ഞു, ഞങ്ങളുടെ മകൻ ഇതൊരിക്കലും ചെയ്യില്ല, അവനെ കൊന്നതാണെന്ന്. ഈ മാസം 14 മുതൽ 18 ഉച്ചവരെ ക്രൂരമർദ്ദനത്തിൽ ഇരയായിട്ടായിരുന്നു ആ 20 വയസ്സുകാരൻ ലോകത്തോട് വിട പറഞ്ഞത്. ഹോസ്റ്റലിലെ 130 വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് നഗ്നനാക്കി നിർത്തിക്കൊണ്ട് 2 വരികൾ മുറിയുന്നത് വരെ നടന്നു. തുടർന്ന് ഇരുമ്പ് കമ്പിയും വയറുകളും പ്രയോഗിച്ച മർദ്ദനം തുടർന്നു. ഇത് ചെയ്തതോ വലിയ വിദ്യാർത്ഥി സംഘടനയെന്നും കൊടികുത്തിപ്പാടി നടക്കുന്ന SFIക്കാരും. കോളേജ് ഡീസനും ഹോസ്റ്റൽ വാർഡനും അറിവോടുകൂടിയായിരുന്നു മർദ്ദനം നടന്നത്. ഈ ക്രൂരതയ്ക്ക് സാക്ഷിയാകേണ്ടി വന്നവരെയും ഭീഷണിപ്പെടുത്തുകയായിരുന്നു SFI നേതാക്കൾ. വാലന്റൈൻസ് ഡേയിൽ തുടർന്നായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. ഫെബ്രുവരി 14 തലേന്ന് കോളേജിലെ പരിപാടിക്കിടെ പെൺകുട്ടിയോട് ഇഷ്ടം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ സിദ്ധാർത്ഥിനെ ഗ്രൗണ്ടിൽ സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്നുകൊണ്ട് ചോദ്യം ചെയ്യുകയായിരുന്നു. തുടർന്ന് മർദ്ദിച്ചു. അടുത്ത ദിവസം രാവിലെ സിദ്ധാർത്ഥൻ അമ്മയെ വിളിച്ച് സ്പോർട്സ് ഡേ ആയതിനാൽ വീട്ടിലേക്ക് വരികയാണെന്നും അറിയിക്കുന്നു. അന്ന് ഉച്ചയ്ക്ക് 2:30 വിളിച്ച ചുരത്തിൽ ഗതാഗത കുരുക്കാണെന്നും വൈകിട്ടത്തെ ട്രെയിനിനായിരിക്കും വരികയെന്നും സിദ്ധാർത്ഥൻ ഫോണിൽ അറിയിക്കുന്നു. പിന്നീട് വീട്ടിൽ നിന്നും വിളിച്ചപ്പോൾ ട്രെയിനിൽ കയറിയെന്ന് പറയുന്നു. പിന്നീട് വിളിച്ചെങ്കിലും സിദ്ധാർത്ഥനെ കിട്ടിയില്ല. ഫെബ്രുവരി 16 പുലർച്ചെ 4 മണിക്ക് കോളേജിൽ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് സഹപാഠി വിളിച്ചതിനാൽ എറണാകുളത്തേക്ക് ഇറങ്ങി മടങ്ങി പോവുകയാണെന്നും സിദ്ധാർത്ഥൻ അറിയിച്ചു. അന്ന് രാവിലെ ക്യാമ്പസിലെ പാറപ്പുറത്തും വാട്ടർ ടാങ്കിന് സമീപവും സിദ്ധാർത്ഥനെ പ്രതികൾ സംഘം ചേർന്ന് മർദ്ദിക്കുന്നു. സിദ്ധാർത്ഥൻ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്നും വൈകിട്ട് പ്രതികളുടെ നേതൃത്വത്തിൽ പ്രചാരണം നടന്നു. സിദ്ധാർത്ഥനെ കോളേജിലെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും പുറത്താക്കുന്നു. സിദ്ധാർത്ഥനെതിരെ പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചിരുന്നതായും അക്കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു ക്യാമ്പസിലേക്ക് തിരികെ എത്തിച്ചെന്നും പറയപ്പെടുന്നു. ഇതെല്ലാം പറഞ്ഞു പിടിച്ചതോ അറസ്റ്റിലായവരിൽ ഒരാളായ രഹനായിരുന്നു. തിരുവനന്തപുരം സ്വദേശി രഹൻ ബിനോയാണ് സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. രഹൻ സിദ്ധാർത്ഥന്റെ സഹപാഠി കൂടിയാണ്. രഹന്റെ വാക്ക് വിശ്വസിച്ചായിരുന്നു സിദ്ധാർത്ഥൻ ക്യാമ്പസിലേക്ക് തിരികെ വന്നതും. ഫെബ്രുവരി 17 ഹോസ്റ്റലിനെ നടുമുറ്റത്ത് നഗ്നനാക്കി കയറുകൊണ്ട് കെട്ടിയിട്ട് ക്രൂരമർദ്ദനം നടന്നത്. ഇതിനിടെ ഫോണിൽ വിളിച്ച അമ്മയോട് 24 നാട്ടിലെത്താമെന്ന് സിദ്ധാർത്ഥൻ അറിയിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞ സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ ശുചിമുറിയിൽ ഉടുതുണിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ സഹപാഠികൾ കാണുന്നു. 3 മണിക്കൂറോളം സമയം വിചാരണ ചെയ്തുകൊണ്ടായിരുന്നു മർദ്ദനത്തെ തുടർന്നായിരുന്നു സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തത്. ഈ അക്രമ സംഘത്തിൽ ഉണ്ടായിരുന്നവരാകട്ടെ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കളും. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് 6 പേരെയാണ് ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരാൾ SFI യൂണിറ്റ് ഭാരവാഹിയാണെന്ന് പോലീസ് വ്യക്തമാക്കി. അറസ്റ്റിലായ ഇടുക്കി സ്വദേശി S അഭിഷേക് SFI യൂണിറ്റ് സെക്രട്ടറിയാണ്. കേസിൽ ഒളിവിലുള്ള K അരുൺ SFI യൂണിറ്റ് പ്രസിഡന്റാണ്. കേസിൽ പ്രതിയായ അരുണിനെ ഇനിയും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ രാവിലെ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ 8 പേരിൽ 6 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിൽ പങ്കുണ്ടെന്ന് വ്യക്തമായതോടെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നും പോലീസ് അറിയിച്ചു. അറസ്റ്റിലായ പ്രതികളുടെ വിവരങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ആൾക്കൂട്ട വിചാരണയടക്കം പങ്കെടുത്തവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 6 പേരുമെന്നും പോലീസ് പറഞ്ഞു. ഈ 6 പേരും സിദ്ധാർത്ഥനെ മർദ്ദിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. അറസ്റ്റിലായ 6 പ്രതികൾക്കെതിരെയും ആത്മഹത്യാ പ്രേരണ, റാഗിംഗ് നിരോധന നിയമം എന്നീ കുറ്റങ്ങൾ ചുമത്തിയതായും പോലീസ് പുറത്തു പറയുന്നു. സുൽത്താൻ ബത്തേരി സ്വദേശി ബിൽഗേറ്റ് ജോഷ്വ, ഇടുക്കി സ്വദേശി അഭിഷേക് S, കൊഞ്ചിയംവിള സ്വദേശി ആകാശ് SD, തൊടുപുഴ സ്വദേശി ഡോണസ് ഡായ്, തിരുവനന്തപുരം സ്വദേശി റഹൻ ബിനോയ്, തിരുവനന്തപുരം സ്വദേശിയായ ശ്രീഹരി RD എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവരെ കൂടാതെ കൂടുതൽ പേർക്ക് കേസുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതിപട്ടിക നീളുമെന്നും പോലീസ് പറയുന്നത്. കോളേജിനകത്ത് വെച്ച സിദ്ധാർത്ഥിനെ മർദ്ദിച്ച സംഭവത്തിൽ 18 പ്രതികളുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഒരാളോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞതിന് ഒരു കുട്ടിയെ ഇത്രത്തോളം ഉപദ്രവിക്കേണ്ട കാര്യമുണ്ടായിരുന്നു? ഇപ്പോ എന്ത് സ്വാതന്ത്ര്യം, എന്ത് ജനാധിപത്യം, എന്ത് സോഷ്യലിസമാണ് ഇവർ തരുന്നത്? മനുഷ്യനാകണം, മനുഷ്യത്വം ഉണ്ടാകണം എന്നൊക്കെ വീമ്പ് പറയുന്നവരോട് ഒന്ന് ചോദിക്കട്ടെ. ആൾക്കൂട്ടത്തിൽ നഗ്നരാക്കി നിർത്തിക്കൊണ്ടുള്ള ആൾക്കൂട്ട വിചാരണയാണോ നിങ്ങളുടെ മനുഷ്യത്വം? റാഗിംഗ് നിരോധിച്ചുവെന്നൊക്കെ ഘോരം പ്രസംഗിക്കുമ്പോഴും വിദ്യാർത്ഥികൾക്കായി എന്തും ചെയ്യുമെന്ന മുദ്രാവാക്യം വിളിക്കുന്ന വിദ്യാർത്ഥി സംഘടന നേതാക്കൾ തന്നെ ഈ ക്രൂരതയ്ക്ക് ചുക്കാൻ പിടിച്ചതെന്നോർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. ആക്രമ രാഷ്ട്രീയം ക്യാമ്പസുകളിൽ നിന്നും മാറ്റിയില്ല എങ്കിൽ പാവപ്പെട്ട
വിദ്യാർത്ഥികൾ ഇനിയും തൂക്കിലേറ്റപ്പെടും.